ഡീമൺ സ്ലെയറിൽ നമ്മൾ കുറേ ബ്രീതിങ് സ്റ്റൈൽ കണ്ടിട്ടുണ്ട്. അതിൽ തന്നെ സൺ ബ്രീതിങ്ങിന് താഴെ വരുന്ന 5 മെയിൻ ബ്രീതിങ് സ്റ്റൈൽ ഒന്നാണ് ഫ്ലെയിം ബ്രീതിങ്. ഫ്ലെയിം ബ്രീതിങ്ങിൽ ടോട്ടലായിട്ട് 9 ഫോംസാണ് ഉള്ളത്. പക്ഷേ അതിൽ തന്നെ 6 ഫോംസ് മാത്രമേ റിവീൽ ആയിട്ടുള്ളൂ. അപ്പോൾ അതിൽ വരുന്ന ഒന്നാമത്തെ ഫോമാണ് അൺനോയിങ് ഫയർ. ഇവിടെ ഒരു ഒറ്റ ഹൊറിസോണ്ടൽ സ്ലാഷ് മാത്രമാണ് ഉപയോഗിക്കുന്നത്, വേറെ ഒന്നുമില്ല. ഇനി രണ്ടാമത്തെ ഫോമാണ് റൈസിങ് സ്കോച്ചിങ് സണ്ണ്. ഇവിടെ യൂസർ താഴെ നിന്നും മുകളിലേക്ക് വരുന്ന രീതിയിൽ ഒരു വെർട്ടിക്കൽ സ്ലാഷാണ് ഉപയോഗിക്കുന്നത്. ഇനി ഫ്ലെയിം ബ്രീതിങ്ങിൽ വരുന്ന മൂന്നാമത്തെ ഫോമാണ് ബ്ലേസിംഗ് യൂണിവേഴ്സ്. ഇവിടെ യൂസർ മുകളിൽ നിന്നും താഴേക്ക് വരുന്ന രീതിയിൽ ഒരു വെർട്ടിക്കൽ സ്ലാഷാണ് ഉപയോഗിക്കുന്നത്. ഇനി നാലാമത്തെ ഫോമാണ് ബ്ലൂമിംഗ് ഫ്ലെയിം അണ്ടിലേഷൻ. ഇവിടെ യൂസർ തൻ്റെ സോഡ് വെച്ച് സർക്കുലർ ഫ്ലെയിംസിനെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഡീമൺസിൻ്റെ അറ്റാക്കിൽ നിന്നും ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനൊരു ഫോം യൂസ് ചെയ്യുന്നത്. ഇനി അഞ്ചാമത്തെ ഫോമാണ് ഫ്ലെയിം ടൈഗർ. ഇവിടെ യൂസർ മൾട്ടിപ്പിൾ സ്ലാഷസ് ഉപയോഗിച്ചുകൊണ്ട് കാണാൻ ടൈഗറിനെ പോലെയുള്ള ഫ്ലെയിംസിനെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇത് ടാർഗറ്റിനെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലാണ് അഞ്ചാമത്തെ ഫോമിനെ കാണിച്ചിരിക്കുന്നത്. ഇനിയുള്ള ആറാമത്തെയും ഏഴാമത്തെയും എട്ടാമത്തെ ഫോംസ് ഒന്നും ആനിമയിലോ മാങ്കയിലോ റിവീൽ ചെയ്തിട്ടില്ല. ഇനി ഇത് കഴിഞ്ഞ് വരുന്നതാണ് 9ാമത്തെ ഫോമായ റെങ്കോക്കു. ഫ്ലെയിം ബ്രീതിങ് വെച്ച് ഏറ്റവും പവർഫുള്ളായ ഫോമാണ് ഇത്. ഇവിടെ യൂസർ ഒരു ഹൈലി പവർഫുള്ളായ ഒരു സിംഗിൾ സ്ലാഷാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു ഫോമിൽ യൂസറിൻ്റെ സ്പീഡും സ്ട്രെങ്ത്തും നല്ലോണം കൂടുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോമിനെ ഫ്ലെയിം ബ്രീതിങ്ങിൽ വെച്ച് ഏറ്റവും പവർഫുള്ളായി കണക്കാക്കുന്നു. ഇത്രയാണ് ഫ്ലെയിം ബ്രീതിങ്ങിൻ്റെ ഫോംസിനെ പറ്റി പറയാനുള്ളൂ. ഇനി യൂസേഴ്സിലേക്ക് വരുമ്പോൾ ഫ്ലെയിം ബ്രീതിങ്ങിൽ 3 പേരാണ് നോൺ യൂസേഴ്സ് ആയിട്ടുള്ളത്. ഷിൻജിറോ റെങ്കോക്കു, ക്യോജിറോ റെങ്കോക്കു, മിത്സുറി കൻറോജി. ഇവരാണ് ഫ്ലെയിം ബ്രീതിങ്ങിൻ്റെ നോൺ യൂസേഴ്സ് ആയിട്ടുള്ളത്. കറൻ്റ്ലി മിത്സുറി ലവ് ബ്രീതിങ് ആണ് ഉപയോഗിക്കുന്നതെങ്കിലും അവൾ ആദ്യം ഫ്ലെയിം ബ്രീതിങ്ങിൻ്റെ യൂസറായിരുന്നു. പിന്നെയാണ് യുണീക്കായിട്ട് ഫ്ലെയിം ബ്രീതിങ്ങിൽ നിന്നും ലവ് ബ്രീതിങ് എന്നൊരു പുതിയ ബ്രീതിങ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഇത്രയും ഫ്ലെയിം ബ്രീതിങ്ങിനെ പറ്റി പറയാനുള്ളൂ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.